തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശ കൊടുമുടിയേറി കൊട്ടിക്കലാശം. പരസ്യപ്രചാരണം സമാപിച്ചു. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണം. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രവർത്തകരെ ആവേശത്തിലാക്കി മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യപ്രചാരണം സമാപിച്ചത്. വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെ ആരംഭിച്ച പരസ്യപ്രചരണത്തിന് വളരെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തോടെയാണ് സമാപനം കുറിച്ചിരിക്കുന്നത്. ഇടത് വലത് മുന്നണികളും അതോടൊപ്പം തന്നെ NDAയും സ്വതന്ത്രരും ഒക്കെ വളരെ ആവേശോജ്വലമായ കൊട്ടിക്കലാശമാണ് സംഘടിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന കൊട്ടിക്കലാശം ഇന്ന് 6 മണിയോടെയാണ് അവസാനിച്ചത്. ഇന്നത്തെ ഒരു ദിവസം നാളെ നിശബ്ദ പ്രചരണവും അതിനുശേഷം കേരളം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇടത് വലത് മുന്നണികൾക്കും അതോടൊപ്പം തന്നെ NDAയ്ക്കും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ടു പോയ ഭരണം എങ്ങനെയും നിലനിർത്തുവാൻ, എങ്ങനെയും തിരിച്ചുപിടിക്കുവാൻ UDFും ഈ ഭരണം എങ്ങനെയും നിലനിർത്തുവാൻ LDFും അതോടൊപ്പം തന്നെ NDAയ്ക്ക് അവർക്ക് അക്കൗണ്ട് തുറക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ശക്തി തെളിയിക്കുകയും വേണം. വളരെ ആവേശോജ്വലമായ പ്രചരണങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതോടൊപ്പം തന്നെ മിക്ക മണ്ഡലങ്ങളിലും ദേശീയ സംസ്ഥാന നേതാക്കന്മാർ എത്തിച്ചേരുകയുണ്ടായി. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ഇത്തവണ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.